പഴയ ക്ലാസിക് ചിത്രമായ അനോക്കൊണ്ടയുടെ ഒരു ചൈനീസ് റീമേക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അനോക്കൊണ്ട തന്നെയാണ് പേര്. 2024, അതായത് ഈ വർഷം തന്നെ കഴിഞ്ഞ മാസമാണ് ഇത് പുറത്തിറങ്ങിയത്, മാർച്ച് 1 ഇപ്പോൾ ഇത് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. സോ 97 പുറത്തിറങ്ങിയ അനോക്കൊണ്ട നല്ല പടമായിരുന്നു. പക്ഷേ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ഒരു നല്ല മോൺസ്റ്റർ ചിത്രമാണ്. ആൻഡ് നമ്മുടെയൊക്കെ 90s കിഡ്സിൻ്റെയൊക്കെ തിങ്സ് ദാറ്റ് മെയ്ഡ് അവർ ചൈൽഡ്ഹുഡ് ഓസം എന്ന് പറയുന്നതിൽ ഒന്നായിരിക്കും ആ ഒരു സിനിമ. കാരണം നമ്മുടെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമകളിൽ ഒന്നുകൂടിയായിരിക്കും. ഹോളിവുഡ് ചിത്രം എന്ന് പറയുമ്പോൾ പ്രൊഡേറ്ററും അനോക്കൊണ്ടയും മമ്മിയും ജുറാസിക് പാർക്കൊക്കെ ആയിരിക്കും നമ്മൾ ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് 2004 പുറത്തിറങ്ങിയ അനോക്കൊണ്ട ഹണ്ട് ഫോർ ദി ബ്ലഡ് ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീക്വൽ, അതും നല്ല സിനിമയായിരുന്നു. ക്രിട്ടിക്കലി ഒരുപാട് പോരായ്മകളും അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസൊക്കെ ആ സിനിമയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ആ സിനിമ ഇഷ്ടമാണ്. പക്ഷേ ഈ 2 സിനിമകളല്ല, അത് കഴിഞ്ഞിട്ടും ഈ ഒരു ഫ്രാഞ്ചൈസിൽ ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറേ മണ്ടച്ചാത്തം പടങ്ങൾ, അനോക്കൊണ്ട ഓഫ് സ്പ്രിങ്, അനോക്കൊണ്ട ദെൻ എന്താണ് ട്രയൽ ഓഫ് ബ്ലഡ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് വളരെ ലോ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയിട്ടുള്ള വളരെ മോശം പടങ്ങൾ. ദെൻ ഈ ഒരു ലേക്ക് പ്ലാസിഡ് എന്നൊരു ഫ്രാഞ്ചൈസ് ഉണ്ട് നമ്മുടെ ആ ഒരു ക്രൊക്കഡൈലിൽ വെച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ആദ്യ സിനിമകൾ അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ ചാത്തൻ സിനിമകളുടെ കൂടെ തന്നെ ഇവരിതൊരു ക്രോസ് ഓവറൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, അനോക്കൊണ്ട വേഴ്സസ് ലേക്ക് പ്ലാസിഡ് എന്നൊക്കെ പറഞ്ഞ്. അതാണെങ്കിൽ അതിലും വലിയ ചാത്തൻ പടം. സോ ഇങ്ങനത്തെ ചാത്തൻ പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു ചൈനീസ് റീമേക്ക് വളരെ വളരെ മികച്ചാണെന്ന് പറയാം. എനിക്ക് കമ്പയർ ടു ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൂവി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു ഫ്രാഞ്ചൈസിലെ ഏറ്റവും മികച്ച പടമായിട്ട് വേണമെങ്കിൽ ഈ സിനിമ പറയാം. കാരണം ഇത് പക്ക റീമേക്കാണ്. സോ സ്റ്റോറി ബോർഡിലൊന്നും തന്നെ വലിയ പുതുമ നിങ്ങൾ പ്രതീക്ഷിക്കണം. പക്ഷേ ഈ ഒരു സിനിമ കാണുന്നതിന് പ്രധാന ഉദ്ദേശം തന്നെ ഇതിൽ ഗ്രാഫിക്സും എങ്ങനെ ഇവർ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളതാണ്. സോ അത് നല്ല രീതിയിൽ തന്നെ നല്ല കിടിലിനായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സാധാരണ ഇത്തരത്തിലുള്ള ചൈനീസ് ഫാൻറ്റസി മൂവീസിലൊക്കെ തന്നെ ഒരു ഹൈ ഫാൻറ്റസി ലെവലിലേക്ക് അവർ പോകാറുണ്ട്. ഇങ്ങനത്തെ മോൺസ്റ്റർ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കുന്നത് പോട്ടെ, ഒരു ഭയങ്കര എക്സാഗ്രേറ്റഡ് ആയിട്ടാണ് ഇവർ പല സാധനങ്ങളും കാണിക്കാറ്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ സ്ഥലത്തിൻ്റെ ജോഗ്രഫിയൊക്കെ പ്രോപ്പറായിട്ട് അഡാപ്റ്റ് ചെയ്ത് അതിനിടയിലാണ് ഇത് നീറ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മൾ ആദ്യത്തെ 2 സിനിമകൾ കണ്ട രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നൊരു മൂവി തന്നെയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രാഫിക്സാണ് ഏറ്റവും നന്നായി വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് മൂവിയിൽ ഐ തിങ്ക് സെക്കൻഡ് മൂവിയിലും ഉണ്ട് ആനിമെട്രോണിക്സ് അവർ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അതായിരുന്നു കൂടുതൽ. ഇപ്പോൾ നമ്മൾ അന്ന് കണ്ടിട്ടുള്ള ജുറാസിക് പാർക്ക് സിനിമകളിലും ഇപ്പോൾ ഈ പറയുന്ന അനോക്കൊണ്ടയിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള സ്നേക്സിൻ്റെ ഒട്ടുമിക്ക സീക്വൻസുകളും ആനിമെട്രോണിക്സ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അത്ര റിയലായിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഹൈ ഡെഫിനിഷൻ ഗ്രാഫിക്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ആനിമെട്രോണിക്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഗ്രാഫിക്സിലും ഒരുപാട് പോരായ്മകൾ വെച്ചിട്ടായിരുന്നു മറ്റ് സിനിമകൾ, ഞാനീ പറഞ്ഞ ഇതിൻ്റെ സീക്വലായിട്ട് പുറത്തിറങ്ങിയ ചാത്തൻ പടങ്ങൾ. പക്ഷേ ഇതിലങ്ങനെയല്ല, ഗ്രാഫിക്സ് ഇരുന്ന് പണിയെടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിലൊരു 90% സീക്വൻസും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് അടിപൊളിയായിട്ട് അതൊരു സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പറ്റാത്ത ചില സാധനങ്ങളുണ്ട്. ഈ സ്വാള ചെയ്യുന്ന സീക്വൻസുകളൊക്കെ കാണിക്കുന്നതിൽ ചെറിയ സിനിമയിൽ കുറച്ച് പോരായ്മകളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാസ്ക് ചെയ്യുന്നത് നല്ല നൈസായിട്ട് തന്നെ അറിയാതെ മാസ്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇത്തരത്തിൽ പറ്റുന്ന കാര്യങ്ങൾ നീറ്റായിട്ട് കാണിക്കുകയും പറ്റാത്ത കാര്യങ്ങളെ നല്ല രീതിയിൽ തന്നെ മാസ്ക് ചെയ്ത് നമുക്ക് കാണുമ്പോൾ അതൊന്നും തന്നെ ഒരു കല്ലുകടിയായിട്ട് തോന്നാത്ത രീതിയിലാണ് സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ സ്റ്റോറി ലൈനോ അതിൻ്റെ സ്റ്റോറി ബോർഡ് ഒന്നിൽ തന്നെ ഒരു പ്രതീക്ഷിക്കാതെ, ഇപ്പോൾ ഈ പണ്ട് നമ്മളെങ്ങനെയാണ് ഹൊറർ സിനിമകൾ കാണുമ്പോൾ ഇതും ഹൊറർ തന്നെയാണ്. ഈ ഒരു ഹൊററിൻ്റെ ഒരു സബ് ജോണറാണ് ഈ മോൺസ്റ്റർ എന്ന് പറയുന്നത്. സോ ഈ പ്രേതപ്പടങ്ങളിൽ ടേബിൾ ഫാൻ ഓസിലേഷൻ ഇട്ട പോലെ മെല്ലെ തിരിയുമ്പോൾ ബാക്കിൽ പ്രേതം നിൽക്കണ പോലെ തന്നെ ഇങ്ങനത്തെ മോൺസ്റ്റർ സിനിമകളിലും എങ്ങനെയാണോ ഈ സ്വിച്ച് ഇട്ടപ്പോൾ തിരിയുമ്പോൾ ബാക്കിൽ എങ്ങനെയാണ് മോൺസ്റ്റർ നിൽക്കണം അല്ലെങ്കിൽ സ്നേക്സ് ഉണ്ടാകുന്നത്, അതേപോലെ തന്നെയാണ് ഇതിലും. അതിനൊന്നും ഒരു വ്യത്യാസമില്ല. സോ സ്ഥിരം ക്ലീഷയുടെ സാധനം തന്നെയാണ്. അടുത്തടുത്ത സീനുകളൊക്കെ നമുക്ക് വളരെയധികം പ്രഡിക്റ്റബിൾ ആണ്. ഒന്നാമതൊരു റീമേക്ക് കൂടി. സോ ഇതൊരു ഒഫീഷ്യൽ റീമേക്ക് ആണെന്നാണ് ഞാൻ കണ്ടത്. പക്ഷേ ഒഫീഷ്യലായിട്ട് അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ സൈറ്റിൽ ഇപ്പോൾ സോണിയും കൊളംബിയൊക്കെ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ കണ്ടു. സോ നല്ലൊരു റീമേക്കാണ്. ഇതേപോലെ തന്നെയാണ് ഇനി കൊണ്ടുവരുന്നതെങ്കിൽ നന്നായിരുന്നു. സോ ഹോളിവുഡിൽ ഇത്ര നല്ലൊരു വലിയൊരു വോയിസ് അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ജുവാസ് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ പഴയ കുറേ നല്ല സിനിമകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റീബൂട്ടോ റീമേക്കോ ഒക്കെ ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയമാണിത്. പക്ഷേ ഇവരിന്നത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. പക്ഷേ ചൈനീസുകാരെ കൊണ്ടുപോയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പടത്തിൽ. സോ എനിക്കിഷ്ടമായി. തീർച്ചയായിട്ടും കണ്ടുവെക്കുക. ഒരു വട്ടം കാണാൻ പറ്റുന്ന നല്ലൊരു മോൺസ്റ്റർ. ഈ അനോക്കൊണ്ട സിനിമകൾ ഇഷ്ടമാണെങ്കിൽ ആദ്യത്തെ 2 സിനിമകൾ പോലുള്ളൊരു സിനിമ പിന്നീട് അങ്ങനെ നമ്മൾ കണ്ടില്ലല്ലോ, കുറേ വർഷമായല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സിനിമ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. സോ ഈ ഒരു സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.